അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർക്കസിലെ ഫാദിലകൾക്ക് മറ്റൊരു തഫ്സീറിൻ്റെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ബിസ്മി പഠിച്ചു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതും നമ്മൾ പഠിച്ചു. ഇനി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിശേഷണം പറഞ്ഞു, റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവാണ് അള്ളാഹു. ഇനി മറ്റ് രണ്ടായത്തുകളിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ റഹ്മാനിർ റഹീം. ബിസ്മി ഓതിയപ്പോൾ നമ്മൾ അതിൽ റഹ്മാനിർ റഹീം എന്നുള്ള ഭാഗം ഇനി ശേഷം വരുമ്പോൾ വിശദീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ അർ-റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയും എന്ന് സാധാരണ അർത്ഥം വെക്കാറുണ്ട്. എന്നാൽ നമ്മൾ തഫ്സീറിൽ പഠിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം നമ്മൾ പഠിക്കുകയാണ്. അർ-റഹ്മാനി എന്ന് പറഞ്ഞാൽ, അർ-റഹ്മാനി എന്നുള്ളതും അർ-റഹീം എന്നുള്ളതിനും കാരുണ്യവാൻ എന്നുള്ള അർത്ഥമാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ അർ-റഹ്മാനി എന്നുള്ളതിന് സർവ സൃഷ്ടികൾക്കും കരുണ ചെയ്യുന്നവൻ, അത് അവരുടെ റിസ്ഖിലാകാം, അവരുടെ മറ്റു കാര്യങ്ങളിലൊക്കെ ആകാം, എല്ലാ കാര്യങ്ങളിലും കരുണ ചെയ്യുന്നവൻ സർവ സൃഷ്ടികൾക്കും. സർവ സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും പെട്ടു, മുസ്ലിമും കാഫിറും എല്ലാവരും പെട്ടു. അപ്പോൾ അർ-റഹ്മാനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ. അർ-റഹീം എന്ന് പറഞ്ഞാൽ അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അത് ആ റഹീം എന്നുള്ള കാരുണ്യത്തിൽ കാഫിറുകൾ പെടുകയില്ല. അവിടെ മുഅ്മിനായ വിശ്വാസിയായ ആളുകൾ മാത്രമാണ് പെടുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗം ഒന്ന് അർത്ഥം വെക്കാം. അർ-റഹ്മാനി, കാരുണ്യവാൻ. അതിൻ്റെ യഥാർത്ഥ അർത്ഥം ദുർ റഹ്മത്തി ഷാമിലത്തി, ഉൾക്കൊള്ളിക്കുന്ന റഹ്മത്ത് ഉള്ളവൻ. ഉൾക്കൊള്ളിക്കുന്ന റഹ്മത്ത് ഉള്ളവൻ എന്ന് പറഞ്ഞാൽ അതിനൊന്നുകൂടി വിശദീകരിക്കുകയാണ്. അല്ലത്തി, എങ്ങനത്തെ ഉൾക്കൊള്ളിക്കുന്ന റഹ്മത്താണ്? വസിയത്തിൽ ഖൽഖ, സർവ സൃഷ്ടിയും ഉൾക്കൊണ്ടിരിക്കുന്നു. ഫി അർസാഖിഹിം, അവരുടെ റിസ്ഖുകളിൽ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം, താമസം തുടങ്ങിയതൊക്കെ. വ മസാലിഹിഹിം, അവരുടെ നല്ലതായ കാര്യങ്ങൾ, മറ്റ് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ സർവ സൃഷ്ടികളും ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് പറയാണ് വ അമ്മത്തിൽ മുഅ്മിനു മുഅ്മിന വൽ കാഫിറ, കാഫിറിനെയും മുഅ്മിനിനെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ആമായിട്ടുണ്ട്. ഫി ദുനിയ, ദുനിയാവിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ ദുനിയാവിൽ മുഅ്മിനിനും കാഫിറിനും റഹ്മത്ത് ചെയ്യുന്നവൻ. മനസ്സിലായല്ലോ? ഇനി നോക്ക്, അർ റഹീം, അതിൻ്റെ അർത്ഥം പറയാണ് ഖാസും ബിൽ മുഅ്മിനി, മുഅ്മിനിനെ മാത്രം പ്രത്യേകമായി എന്ന് പറഞ്ഞാൽ അത് പരലോകത്തുള്ള റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ്. ഈ കാരുണ്യം, റഹീം എന്ന് പറഞ്ഞതിലുള്ള കാരുണ്യം പരലോകത്ത് മാത്രം ലഭ്യമാകുന്നതാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് ആ കാരുണ്യം ലഭ്യമാകുന്നതും കാഫിറുകൾക്ക് ആ കാരുണ്യം ലഭ്യമാവുകയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഉൾക്കൊണ്ടത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ മുഅ്മിനിനും കാഫിറിനും റഹ്മത്ത് ചെയ്യുന്നവനും, റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് മുഅ്മിനിന് മാത്രം റഹ്മത്ത് ചെയ്യുന്നവനും. ഈ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് അർ-റഹ്മാനി റഹീം എന്ന് പറയുന്ന ആയത്തിനെയാണ്. അടുത്ത ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാലികി യൗമിദ്ദീൻ, അവിടെ സാധാരണ വരുന്ന പിഴവുകൾ, മാലിക്കി എന്ന് നന്നായി നീട്ടുന്ന ആളുകളുണ്ട്. പിന്നെ യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ ദാലിനെ താ ആക്കിയിട്ട് യൗമിദ്ദീൻ എന്നുള്ള ഉച്ചാരണം പലർക്കും വരാറുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അതേപോലെ യൗമി എന്ന് പറയുമ്പോൾ വാവ്, അതിന് ചുണ്ടുകൾ കൂടേണ്ടതുണ്ട്. വാവിൻ്റെ ഉച്ചാരണം, വാവ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണല്ലോ.
ആ അക്ഷരം പറയുമ്പോൾ കൂടി വരേണ്ടതുണ്ട്. അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. മാലിക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉടമസ്ഥനായ. ഇപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കാരുണ്യവാനായ എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും, ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും റഹ്മത്ത് ചെയ്യുന്നവനായ അള്ളാഹു, ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവനായ, റഹ്മത്ത് ചെയ്യുന്നവനായ അള്ളാഹു. 2 വിശേഷണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. 2 അല്ല 3. റബ്ബിൽ ആലമീൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞു, അതടക്കം 3 വിശേഷണങ്ങൾ. ഇനി അടുത്ത വിശേഷണം പറയാണ് മാലിക്കി യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു. അത് വിശദീകരിക്കും. അപ്പോൾ മാലിക്കി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനായ. സ്വാഹിബിൽ മിൽക്കി, ഉടമസ്ഥതയുള്ളയാൾ. സ്വാഹിബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൾ എന്നുള്ള അർത്ഥം. മിൽക്കി ഉടമസ്ഥത. അപ്പോൾ ഉടമസ്ഥതയുള്ളയാൾ. എങ്ങനെ ഉടമസ്ഥതയുള്ളയാളാണ്? അൽ മുതസരിഫി കൈഫയശാവു, ക്രയവിക്രയം ചെയ്യാൻ ഉടമസ്ഥതയുള്ളയാളാണ്. ക്രയവിക്രയം ചെയ്യുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടത്താൻ, എങ്ങനെ നടത്തുക? കൈഫയശാവു, അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ. അപ്പോൾ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ പറ്റൂല. അവൻ്റെ ആ ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ അവനൊരു കാര്യം തീരുമാനിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റൂല. എന്തേ അങ്ങനെ എന്ന് ചോദിക്കാൻ പറ്റൂല. അങ്ങനെ ഉള്ള ഉടമസ്ഥത ഉള്ള ആൾ. സാധാരണ നമ്മളൊരു ഭൂമിയുടെ ഉടമസ്ഥത ഉള്ള ആൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ചോദ്യം ചെയ്യാം, അയാളെ ചോദ്യം ചെയ്യാം. പക്ഷേ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ പറ്റൂല. അള്ളാഹുവിന് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ ക്രയവിക്രയം ചെയ്യാനുള്ള ഉടമസ്ഥത ഉണ്ട്. എന്തിൻ്റെ ഉടമസ്ഥത ഉള്ളവനാണ്? യൗമിദ്ദീൻ. യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല നാൾ എന്ന് പറഞ്ഞാൽ യൗമുൽ ജസാ, പ്രതിഫല നാൾ. വഹുവ യൗമുൽ ഖിയാമ, അതെന്നാണ്? ഖിയാമത്ത് നാളിൻ്റെ ദിവസമാണ്. ഇനി അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ ഇയ്യാക്ക എന്നുള്ള യാഇനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും പിഴക്കാറുണ്ട്. ഇയ്യാക്ക എന്നുള്ളത് ജീമൊക്കായി, ജീമൊക്കായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നഅ്ബുദു ഐന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നഹ്ബുദു ആവാറുണ്ട്, നഅ്ബുദു ആവാറുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഐനാണ്. നഅ്ബുദു. പിന്നെ വ ഇയ്യാക്ക അത് പറഞ്ഞു. നസ്തഈൻ, അവിടെ അവസാനം ഐന് ശ്രദ്ധിക്കണം. അതേപോലെ അവസാനം നൂനാണ്, അത് മീമ് ആവാറുണ്ട്, അതും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കൂട്ടി ഓതുമ്പോൾ പെട്ടെന്ന് കനഅ്ബുദു കനസ്തഈൻ അങ്ങനെ ആവരുത്. ഇയ്യാക നഅ്ബുദു അങ്ങനെ ആവരുത്. ഇയ്യാക നഅ്ബുദു അങ്ങനെ ആവാനും, അതാണ് ശരി. ഇയ്യാക്ക എന്നുള്ളത് ഒരു വാക്ക്, നഅ്ബുദു എന്നുള്ളത് മറ്റൊരു വാക്ക്. അപ്പോൾ കനഅ്ബുദു എന്ന് ആയി പോകരുത്, അതേപോലെ കനസ്തഈൻ എന്നും ആയി പോകരുത്. അതും പലർക്കും വരുന്ന ഒരു പിഴവാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം. ഇയ്യാക്ക നിന്നെ മാത്രം. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ ഇയ്യാക്ക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ ആരാധന ചെയ്യുന്നു എന്ന് അർത്ഥം. അതിനർത്ഥം നോക്കൂ. നഅ്ബുദുക ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, വഹ്ദക നിന്നെ മാത്രം, ലാ നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇലാഹൻ ഗൈറക നീയല്ലാതെ മറ്റൊരു ഇലാഹിനെ. അപ്പോൾ നീയല്ലാത്ത മറ്റൊരു ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ആരാധന, ഇബാദത്ത്, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാണ്. അൽ ഇബാദത്തു അതിൻ്റെ താരീഫാണ്, അതിൻ്റെ നിർവചനമാണ്. അൽ ഇബാദത്തു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സാ ഗായത്തുൽ ഖുളൂഇ വത്തദല്ലുലി അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമാണ്. ഖുളൂഇ താഴ്മ, തദല്ലുൽ അത് രണ്ടും ഒരേ അർത്ഥത്തിന് വരുന്നത് തന്നെയാണ്. വിനയം, താഴ്മ എന്നുള്ള അർത്ഥത്തിനുള്ള വാക്കുകളാണ്. അപ്പോൾ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും. നമ്മൾ സാധാരണ പണ്ഡിതന്മാരെ അതല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്ന ആളുകളോട് വിനയം കാണിക്കണം, താഴ്മ കാണിക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ താഴ്മയോ വിനയമോ അല്ല. അതിന് ഏറ്റവും അർഹതയുള്ളവൻ, അങ്ങേയറ്റത്തെ വിനയത്തിന് അർഹതയുള്ളവൻ, താഴ്മക്കും അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്.
അതാണ് നമ്മൾ അള്ളാഹുവിനോട് കാണിക്കുന്നത്. അതിനാണ് ഇബാദത്ത് എന്ന് പറയുക. വലിദാലിക, ഇക്കാരണത്തിന് വേണ്ടി, ഇക്കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇബാദത്ത് നമ്മൾ അള്ളാഹുവിന് മാത്രമാണെന്നല്ലേ പറഞ്ഞത്, അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അതിനു വേണ്ടി ലാ യസ്തഹിഖുഹു, അവകാശിയാവുകയില്ല, ആ ആരാധനക്ക് അവകാശിയാവുകയില്ല ഇല്ലല്ലാഹ്, ആരല്ലാതെ, അള്ളാഹു അല്ലാതെ അവകാശിയാവുകയില്ല എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ അവകാശിയാവുള്ളൂ? അള്ളാഹു മാത്രമേ അവകാശിയാവുകയുള്ളൂ. ഇനി വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. നസ്തഈനു, ഞങ്ങൾ സഹായം തേടുന്നു. വഹ്ദക, നിന്നോട് മാത്രം. ലാ നസ്തഈനു, ഞങ്ങൾ സഹായം തേടുകയില്ല. ഇലാഹൻ ഗൈറക, നീയല്ലാതെ മറ്റൊരു ഇലാഹിനോട് ഞങ്ങൾ സഹായം തേടുകയും ഇല്ല. അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവിന് വിശേഷണം പറഞ്ഞു. റബ്ബുൽ ആലമീനാണ്, അർറഹ്മാൻ റഹീമാണ്, മാലിക് യൗമിദ്ദീനാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹിനോട് പറയാണ്. എങ്ങനെ പറയണത്? നേരിട്ട് പറയുന്നത് പോലെ ആയിട്ട് പിന്നെ പറയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് ഇയ്യാക നഅ്ബുദു, പിന്നെ നേരിട്ട് അള്ളാഹിനോട് പറയാണ് കാര്യങ്ങൾ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.